ഇത് ബാലറ്റ് ബി പാറ്റ് കൺട്രോൾ യൂണിറ്റ്. ഇതിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷനിൽ ഈ ഭാഗം ഇങ്ങനെ വെർട്ടിക്കൽ ഹൊറിസോണ്ടലായിട്ടായിരിക്കും. നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിങ്ങനെ വെർട്ടിക്കലായിട്ട് ഇങ്ങനെ ആക്കിയിരിക്കണം. അപ്പോൾ ഓഫ് ചെയ്തിട്ടാണ് ചെയ്യാനുള്ളത്, തുടങ്ങാനുള്ളത്. ഇനി നമുക്ക് ഈ ബാലറ്റ് യൂണിറ്റിൻ്റെ കേബിള് ഇവിടെ ബി ബി പാറ്റിലോട്ട് കൊടുക്കണം. ബി ബി പാറ്റിൽ ഈ ഇതിൽ ഒരു ബ്ലാക്കും ഒരു സൈഡ് റെഡും, അതേപോലെ തന്നെ ഈ നമ്മൾ പ്ലഗ് കുത്തുന്ന ഭാഗത്ത് ബ്ലാക്കും റെഡ് കാണും, അതുപോലെ വെച്ച് തന്നെ സെയിം അങ്ങ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് ബി ബി പാറ്റിൻ്റെ കേബിൾ കൺട്രോൾ യൂണിറ്റിലും അതുപോലെ സെയിം ബ്ലാക്കും റെഡും വരും. ആ രണ്ട് സൈഡ് നോക്കി ഇതിൽ അങ്ങനെ ചെയ്താൽ മതി. സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓഫ് ചെയ്തിട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്കത് ചെയ്യുന്നതിന് മുമ്പേ ഇവിടെ തുറന്നിട്ട് ഇവിടെ സ്ലിപ്പ് വല്ലതും ഉണ്ടോ എന്ന് നോക്കണം. ഇതിനകത്ത് അപ്പം നമ്മൾ ഓഫ് ചെയ്ത് നേരത്തെ ഓട്ട് ചെയ്ത സ്ലിപ്പുകളും ഓണാക്കി ഇതിനകത്ത് സ്ലിപ്പ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. അത് കഴിഞ്ഞ് നമ്മളിതിപ്പം ഓണാക്കി കഴിയുമ്പോഴത്തേന് 7 സ്ലിപ്പ് വീഴും ഇതിനകത്ത്. ഈ ഓണാക്കുന്ന സമയം അറ്റ് ടൈം ഓണാവുമോ? അതിന് ടൈമോ വേറെ വല്ല ടൈം? പെട്ടെന്ന് ഓണായിക്കോളും. ഒറ്റ സ്വിച്ചേ ഉള്ളൂ. ഈ ഒരു സ്വിച്ചിൽ മൊത്തത്തിൽ ഓണാകുമ്പോൾ ഇതുപോലെ 7 സ്ലിപ്പ് വീഴും. 7 സ്ലിപ്പ് വീഴും. അതുപോലുള്ള 7 സ്ലിപ്പുകൾ അതിൻ്റെ ഫങ്ഷനിങ്ങിൻ്റെ ഇതൊക്കെയാണ്. ഓരോ 7 സ്ലിപ്പുകൾ വീഴും. അത് കഴിഞ്ഞ് EVM റെഡി ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ ടോട്ടൽ നോക്കാം. ടോട്ടൽ എടുക്കുമ്പം അതിനകത്ത് നമ്മൾ ഇതിൻ്റെ അകത്തുള്ള ഡീറ്റെയിൽസ്, ബാറ്ററി ചാർജ്, ഡേറ്റ്, ടൈം അതെല്ലാം കാണിക്കും. പിന്നെ ടോട്ടൽ കാൻഡിഡേറ്റ്, എത്ര കാൻഡിഡേറ്റ് ഉണ്ടെന്നുള്ളത് കാണിക്കും. ടോട്ടൽ വോട്ട്, അതിനകത്തുള്ള പോളിംഗ് വോട്ട് കാണിക്കും. 16 കാൻഡിഡേറ്റ്, 15 പ്ലസ് നോക്കാം. ടോട്ടൽ വോട്ട്, പോൾഡ് വോട്ട് 2 കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് 2 നേരത്തെ ചെയ്തത് ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കത് 2 ആണെങ്കിൽ അത് 0 ആക്കണം. 0 ആക്കിയിട്ട് അടുത്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ക്ലോസ് കൊടുക്കാം. ഓൾറെഡി ക്ലോസ്ഡ് ആണ് കാണിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ക്ലോസ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് എടുക്കാം. CRC ആണ് ചെയ്യുന്നത്. ആദ്യം ക്ലോസ് ചെയ്യണം, പിന്നെ റിസൾട്ട്, പിന്നെ ക്ലിയർ. റിസൾട്ട് കാണിക്കുമ്പം ഇപ്പം ഇതിനകത്ത് 16 കാൻഡിഡേറ്റ് ഉണ്ട്. 16 കാൻഡിഡേറ്റ് ഇത് ഇങ്ങനെ കാണിച്ച് കഴിഞ്ഞിട്ടേ പിന്നെ അവർ നമുക്ക് ക്ലിയറിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇത് ക്ലിയർ ചെയ്യണമെങ്കിൽ നമുക്കിപ്പോൾ മോക്ക് ടെസ്റ്റിന് അവസാനം റിസൾട്ട് നോക്കട്ടെ. അതിന് മുമ്പേ ടാഗ് ചെയ്യുമല്ലോ നമ്മൾ. ഈ ഓരോ കാൻഡിഡേറ്റിനും എത്ര വോട്ട് കിട്ടിയെന്നുള്ളത് റിസൾട്ടിൽ നമുക്ക് കാണാം. കാൻഡിഡേറ്റ് വന്ന് 0 അത് ഇട്ട് കാണത്തില്ല, വേറെ ആർക്കെങ്കിലും ഇട്ടതായിരിക്കും, നേരത്തെ ചെയ്തിട്ടായിരിക്കും. 2 കാൻഡിഡേറ്റ് 2 ഒരു വോട്ട് എല്ലാം കാണിക്കും. അങ്ങനെ ഇത് ഫുള്ള് 16 വരെ ഇങ്ങനെ കാണിക്കും. ക്ലിയർ ചെയ്യുമ്പോഴും 16 വരെ ഇങ്ങനെ കാണിക്കും. അത് കഴിഞ്ഞിട്ട് സമയം എടുക്കും. 3 കാൻഡിഡേറ്റ് 3-1. ഇത് നമ്മൾ ഈ വോട്ട് ചെയ്യുമ്പം ആളുടെ പേരും നമ്മുടെ ആളുടെ ചിഹ്നവും വെച്ചുകൊണ്ട് ഇതിനകത്ത് പ്രിൻറ്റ് ചെയ്ത് വരും. വരുന്ന ആൾക്കാരെ വോട്ട് ചെയ്യുന്നുള്ള മാനുവലായിട്ട് രേഖപ്പെടുത്തും. അപ്പോൾ ആ മാനുവലായിട്ട് രേഖപ്പെടുത്തുന്നതും റിസൾട്ട് എന്നുള്ളതുണ്ടല്ലോ, അതും നമ്മുടെ ഇതിൽ കിട്ടുന്ന ഇതും കൂടെ വെച്ച് നമുക്ക് ടാലി ആണോ എന്നുള്ളത് നോക്കാൻ പറ്റും. ചെയ്യുമ്പോൾ ഉള്ളത് നമ്മൾ എടുക്കണം. മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ മിനിമം 50 അല്ലേ പറഞ്ഞേക്കണം. അപ്പോൾ ഇതിനകത്ത് 50 പ്ലസ് ആദ്യത്തെ 7, അങ്ങനെ 57 സ്ലിപ്പ് ഉണ്ടാകും. 1 അവർ കഴിയുമ്പോൾ നമ്മൾ നോക്കില്ല. 1 അവർ വരുമ്പോൾ ടോട്ടൽ നോക്കണം. ഇല്ല അതിൽ നോക്കാൻ പറ്റില്ല. അത് നമ്മൾ ടാഗ് ചെയ്ത് ഈ മോക്ക് ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വീടുമ്പോൾ നമുക്ക് എടുക്കത്തില്ല. നമ്മൾ പിന്നെ അത് റിസൾട്ടൊക്കെ എണ്ണുമ്പോൾ എന്തെങ്കിലും ഒരു ടാലിയൊക്കെ ആവാതെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നെങ്കിൽ മാത്രമേ നമുക്ക് എടുക്കുന്നുള്ളൂ. നമുക്ക് 1 അവർ കഴിയുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ ഈ ടോട്ടൽ നോക്കിയാൽ മതി. ടോട്ടൽ നോക്കുമ്പോൾ എത്ര പേര് വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. അത് മാനുവലായിട്ട് ഇവിടെ രേഖപ്പെടുത്തല്ലോ, അതുകൊണ്ടുകൂടി കമ്പയർ ചെയ്ത് അപ്ഡേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടോട്ടൽ വോട്ട് 0, നമ്മൾ ടോട്ടൽ എടുക്കുമ്പോൾ ടോട്ടൽ വോട്ട് 0 അല്ലെങ്കിൽ ക്ലോസ്, റിസൾട്ട് ക്ലിയർ. റിസൾട്ട് 16 പേരുടേതും റിസൾട്ട് ഇപ്പം റിസൾട്ടിൻ്റെത് കഴിഞ്ഞതിൻ്റെയായി. ഇപ്പോൾ ക്ലോസ് കഴിഞ്ഞ് റിസൾട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് ക്ലിയർ ചെയ്യാം. ഇത് ക്ലിയർ ആകുമ്പോൾ ഇതിനകത്തുള്ള ഇപ്പം നമ്മൾ ചെയ്ത ഇപ്പോൾ ഇതിനകത്ത് 2 വോട്ട് ഉണ്ടായിരുന്നു, അത് ഡിലീറ്റ് ചെയ്യും.
ഇതിന് മൊത്തം കൂടി എത്ര മിനിറ്റ് എടുക്കും? 2 മിനിറ്റോളം വരുമല്ലേ ഏതാ ഈ ഒരു? ഇത് വീണ്ടും ഇനി 16 പേർക്കുള്ളത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. ആണല്ലേ? കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം അനുസരിച്ച് കാണിച്ചുകൊണ്ടിരിക്കും. പിന്നെ ആയിക്കഴിഞ്ഞ് ഇത് നമുക്ക് ഫുള്ള് വോട്ടിൻ്റെ 0 ആയി കഴിയും. ടോട്ടൽ എടുക്കുമ്പോൾ നമുക്ക് 0 ആവും. 0 ആയി കഴിയുമ്പോഴത്തേന് പിന്നെ നമുക്ക് ഈ ബാലറ്റ് അല്ലേ ഇത് നമുക്ക് ഇത് മോക്ക് ടെസ്റ്റ് കഴിഞ്ഞിട്ട് ചെയ്യാനുള്ളത്. ഇതിപ്പോൾ മോക്ക് ടെസ്റ്റിന് മുമ്പേ നമുക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാനുള്ളതാണ് പറഞ്ഞത്. ഇത് ഡിലീറ്റ് ചെയ്ത് വോട്ട് 0 ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ബാലറ്റ് കൊടുക്കാം. ആദ്യമേ ഇപ്പോൾ ടോട്ടൽ എടുക്കുമ്പോൾ വോട്ടിംഗ് 0 ആണെങ്കിൽ നമുക്ക് നേരെ ബാലറ്റ് കൊടുത്താൽ മതി. ഇപ്പോൾ ഫുള്ള് കഴിഞ്ഞിട്ട് ബാലറ്റ് കൊടുക്കാൻ പറ്റും. ബാലറ്റ് കൊടുക്കുമ്പം ഈ റെഡ് ബട്ടനും ഓണാകും, ബാലറ്റ് യൂണിറ്റിലെ ഗ്രീൻ ബട്ടനും ഓണാകും. ഈ ബട്ടനും ഓണാകും. അവിടെ നമുക്ക് വോട്ട് ചെയ്യാം. അപ്പോൾ ആ കാൻഡിഡേറ്റിന് വോട്ട് കൊടുക്കുമ്പോൾ ഡിസി ബട്ടൺ കത്തിയായിരിക്കും റെഡ് ഓണായിട്ടിരിക്കും. അത് കഴിഞ്ഞ് ഇവിടെ നമ്മളിപ്പം ഇതിൽ വോട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൽ കൺസിലേറ്റ് പോലെ ഒരു പ്രിൻറ്റ് ഇതിനകത്ത് വീഴും. വോട്ടിംഗ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഒരു ബീപ്പ് സൗണ്ട് കേൾക്കും. ഈ ഇത് ഓഫാകും, റെഡ് ബട്ടൺ ഓഫാകും. അത് കഴിയുമ്പോൾ വീണ്ടും നമ്മളിവിടെ നിന്ന് ബാലറ്റ് കൊടുക്കണം. ബാലറ്റ് കൊടുത്താൽ ഇത് ഓണാകും, അത് ഓണാകും. അത് കഴിഞ്ഞിട്ട് അടുത്താക്ക് നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ ഓപ്പറേറ്റർ തേർഡ് പോളിംഗ് ഓഫീസർ. ഈ മോക്ക് പോൾ കഴിയുമ്പോൾ നമ്മൾ വിവിപാറ്റിൻ്റെ സ്ലിപ്പ് എടുത്ത് ഇവർക്ക് കാണിക്കുമല്ലേ? ഏജൻറ്റിൻ്റെ വിവിപാറ്റിലെ സ്ലിപ്പും റിസൾട്ട് ഇതിലെ റിസൾട്ട് ഉണ്ടല്ലോ, ആ റിസൾട്ട് പിന്നെ നമ്മുടെ മാനുവലായിട്ടുള്ളത് എല്ലാം ടാലിയാണെന്നുള്ളത് അവരെ കാണിച്ചു കൊടുക്കണം. എത്ര വോട്ട് വരെ ആ സമയം ചെയ്യും? മോക്ക് ടെസ്റ്റ് മിനിമം 50. അപ്പോൾ നമുക്ക് ഒരാൾക്ക് എത്ര കൊടുക്കും അല്ലേ? അപ്പോൾ അത്രയും സമയം ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ചെയ്ത് ക്ലോസ് ചെയ്ത് റിസൾട്ട് എടുത്ത് ക്ലിയർ ചെയ്തു. ഇപ്പോൾ ഇത് 0 ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ടോട്ടൽ നോക്കുമ്പോൾ 0 കിട്ടും. ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്ത വോട്ട് നമ്മൾ ഡിലീറ്റ് ആയിട്ടുണ്ട്. ഡിലീറ്റ് ചെയ്തു, ക്ലോസ് ചെയ്തു, റിസൾട്ട് എടുത്തു. ഇപ്പം നമ്മൾ ക്ലിയർ ചെയ്തു, വോട്ട് ഡിലീറ്റ് ചെയ്തു. നമുക്ക് ടോട്ടൽ എടുക്കുമ്പം 0 കാണിക്കും. നമ്മൾ ടോട്ടൽ എടുക്കുമ്പോൾ 0 ആക്കുകയാണെങ്കിൽ നമുക്ക് ബാലറ്റിലോട്ട് പോകാം. ഈ ബാറ്ററി പിടിയാതെ ഇതിൻ്റെ ബാറ്ററിയുടെ പെർസെൻറ്റേജ് ഇതിൻ്റെ പെർസെൻറ്റേജും കാണിക്കും. പിന്നെ നമ്മൾ ഡേറ്റ് കഴിയുമ്പോൾ ഇതൊന്നും നമ്മൾ സെറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇതെല്ലാം സെറ്റ് ചെയ്തത് തന്നെ. ഇതിൻ്റെത് നമ്മൾ ടാഗ് ചെയ്താൽ തരുന്നത്. ഇത് തിരിച്ച് വരുമ്പം ബാറ്ററി ഊരി വെക്കുന്ന ഊരി തരണമെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ പെർസെൻറ്റേജ് കാണിക്കുന്നില്ലല്ലോ. അത് ലാസ്റ്റ് കാണിക്കും. ഇപ്പോൾ ടോട്ടൽ കോൾഡ് വോട്ട് 0 ആയി. ക്ലിയർ ചെയ്തതിന് ശേഷം ക്ലിയർ ചെയ്ത് 0 ആക്കിയതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കണ്ട് വിവിപാറ്റ് ബാറ്ററി അത് 90